പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ ഓരോ ദിവസം നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ അടുത്തേക്ക് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നലെ പകുതി നോയമ്പ് നമ്മൾ ആഘോഷിച്ചു. 25 ദിവസം കർത്താവായ യേശു മിശിഹായോടൊപ്പം നോയമ്പിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പകുതി നോയമ്പ് വരെ നമ്മൾ പൂർണ്ണ അനുഗ്രഹത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ഇനിയും ഏതാണ്ട് 25 ദിവസത്തോടെ നമ്മുടെ മുമ്പിൽ കർത്താവായ യേശു മിശിഹാ നമുക്ക് അവസരം തരുന്നത് കൂടുതൽ ദൈവത്തെ സ്വീകരിക്കാനും ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, ചില സമയത്തൊന്നും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സിനോടും പൂർണ്ണ ആത്മാവിനോടല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമാണ്. കാര്യം നടന്നു കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ പുറകെ ഒരു യാത്ര നടത്തുന്നത്. പക്ഷെ അതല്ല, ഒരു കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ തുടക്കം മുതൽ അവസാനം വരെ കർത്താവായ യേശു മിശിഹായെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നോയമ്പ് നോക്കി ജീവിതം അനുഗ്രഹമാക്കണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം തിരുവചനം 20-ാം അധ്യായം 29 മുതൽ 34 വരെ ഒരു തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരോട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കർത്താവായ യേശു മിശിഹാ അന്ധന് കാഴ്ച നൽകുന്നു. ഇപ്പോൾ കർത്താവായ യേശു മിശിഹാ അന്ധന് കാഴ്ച കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ എൻ്റെ മുമ്പിൽ എല്ലാം ഉണ്ടായിട്ടും ഞാൻ അന്ധകാരത്തെ സ്നേഹിക്കുന്നു. കർത്താവായ യേശു മിശിഹാ പ്രകാശം തന്നിട്ടും അനുഗ്രഹം തന്നിട്ടും ഈ പ്രകാശത്തിൻ്റെയും ഈ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു അന്ധകാരത്തിലേക്ക് ഉള്ള ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഒരു അന്ധൻ കർത്താവിനെ വിളിച്ച് പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഈ പാപമെല്ലാം ചെയ്തിട്ടും നമ്മൾ ഒരു പ്രാവശ്യം എന്തിലും ഈ നോയമ്പ് സമയത്ത് നമ്മൾ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ എൻ്റെ മേൽ കരുണ കാണിക്കണമേ. കർത്താവിൻ്റെ സ്നേഹത്താലും കർത്താവിൻ്റെ അനുഗ്രഹത്താലും കരുണ കാണിക്കുന്നുണ്ട്. അതൊരു വലിയ സത്യമാണ്. പക്ഷേ ഈ പാപമെല്ലാം ചെയ്തിട്ടും ഈ നോയമ്പ് സമയത്ത് നമ്മൾ ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ പ്രാർത്ഥിക്കുന്നുണ്ടോ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപം ചെയ്തൊരു വ്യക്തിയാണ്, പക്ഷേ അവിടുത്തെ കരുണ കൊണ്ട് എന്നെ രക്ഷിക്കണമേ എന്നൊരു ചോദ്യം നമ്മൾ എന്തെങ്കിലും നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? നമുക്ക് കർത്താവിനെ വേണം, കർത്താവിൻ്റെ അനുഗ്രഹം വേണം, നമുക്ക് കർത്താവിൻ്റെ ശക്തി വേണം, നമ്മുടെ ജീവിതം മുമ്പോട്ട് നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം വേണം. പക്ഷേ പാപത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ അപേക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഈ അന്ധനോട് ജനം മുഴുവനും ഒരുമിച്ച് പറഞ്ഞു, നീ അടങ്ങിയിരിക്കുക, നീ ബഹളമുണ്ടാക്കല്ലേ. പക്ഷെ എന്നാലും കർത്താവായ യേശു മിശിഹാ ആരാണെന്ന് അവൻ അറിഞ്ഞു. കർത്താവ് യേശു മിശിഹായുടെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ വേണ്ടി അവൻ ഇറങ്ങി ചെന്നു. അപ്പോൾ മനസ്സിലായി, കർത്താവ് അവിടെ നിന്നുകൊണ്ട് അവനെ ഇങ്ങ് വിളിച്ച ശേഷം കർത്താവ് അവനെ അനുഗ്രഹിച്ചു. യേശു അവിടെ നിന്ന് അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഈ നോയമ്പിൽ നമ്മൾ ഓർക്കേണ്ടത്. കർത്താവേ, എൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടണം. ഈ ലോകത്തിലെല്ലാം നല്ലത് കണ്ടിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം കണ്ടിട്ടും ആ അനുഗ്രഹത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കർത്താവേ, പ്രിയമുള്ളവരെ, ഈ നോയമ്പിൽ നമ്മളും കർത്താവിനോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, കർത്താവേ, നീ എല്ലാം സൃഷ്ടിച്ചത് നല്ലതിന് വേണ്ടിയാണ്. പക്ഷേ മനുഷ്യൻ അതിനെല്ലാം തിന്മയായും പാപമായും സ്വീകരിച്ചു. ഈ തിന്മയും പാപമായി സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവായ യേശു മിശിഹാ കുരിശുമരണത്തിൽ വരെ എത്തേണ്ടി വന്നു. പ്രിയമുള്ളവരെ, കുരിശുമരണമല്ല, ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു കർത്താവായ യേശു മിശിഹായുടെ കുരിശുമരണം. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണെന്നും ആ നല്ലത് എന്നേക്കും നല്ലതായി ജീവിക്കാനും ആ നല്ലതിൽ മനുഷ്യൻ ജീവിക്കാനും ആ നല്ലതിനെ മനുഷ്യൻ സ്വീകരിച്ചുകൊണ്ട് എല്ലാം അനുഗ്രഹമാക്കി തീർക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം കർത്താവായ യേശു മിശിഹായെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മളെ നന്മയും പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, അന്ധൻ ചോദിച്ചു, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം. ഈ നോയമ്പ് സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം.
അന്തൻ ചോദിച്ച പോലെ, കർത്താവേ, നീ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണല്ലോ, ആ നല്ലതിനെ എന്നേക്കുമായി നല്ലതായി വയ്ക്കാനും അതിൽ ജീവിക്കാനും, ഈ ലോകത്തിൻ്റെ എല്ലാ പാപവും അന്ധകാരവും മാറിപ്പോയി നല്ലതിനെ എല്ലാ മനുഷ്യൻ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുമ്പോട്ട് നമുക്ക് പോകാം. ഈ നൊയമ്പ് നമുക്ക് എല്ലാവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് എല്ലാം നല്ലതാക്കി മാറ്റി നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ നൊയമ്പ് അനുഗ്രഹത്തിന് നൊയമ്പായി തീരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് തന്നതെല്ലാം നല്ലതാണ്. ആ നല്ലതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ തന്നെ നല്ലതായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.